ബ്ലഡ് ഡൊണേഴ്സ് കേരളയ്ക്കുള്ള ആദരവ് പുരസ്കാരം നൽകുന്നതിനായിട്ട് പ്രിയപ്പെട്ട യൂസഫ് മടത്തലിനെ അസീസ് മടത്തലിനെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. എന്തുകൊണ്ടും ഒരുപാട് മൃതദേഹങ്ങൾ സംസ്കരിച്ച് ഏകദേശം 4000-ഓളം മൃതദേഹങ്ങൾ പരിപാലിച്ച് സംസ്കരിച്ച പ്രിയപ്പെട്ട അസീസ് കെയാണ് ഇന്ന് BDKക്ക് വേണ്ടിയിട്ട് ഈ പുരസ്കാരം നൽകുന്നത്. അതോടൊപ്പം തന്നെ താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ കോർഡിനേറ്റർ കൂടിയായ പ്രിയപ്പെട്ട അസീസ് കെയാണ് ബ്ലഡ് ഡൊണേഴ്സ് കേരളയ്ക്കുള്ള പുരസ്കാരം ഈ വേദിയിൽ വെച്ച് കൈമാറുന്നത്. ഒന്ന് കൈയടിച്ചൂടെ പ്രിയമുള്ളവരെ? നമുക്കൊക്കെ ആവശ്യമുള്ളൊരു കാര്യം, നമുക്കൊക്കെ എപ്പോഴും ആവശ്യമുള്ള കാര്യത്തിന് രാവും പകലുമില്ലാതെ ഹോസ്പിറ്റലുകളിൽ ഇടപെടുന്നവരാണ്. ബ്ലഡ് ഡൊണേഴ്സ് കേരളയ്ക്കുള്ള ആദരവ് പുരസ്കാരം നൽകുന്നതിനായിട്ട് പ്രിയപ്പെട്ട യൂസഫ് മടത്തലിനെ അസീസ് മടത്തലിനെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. എന്തുകൊണ്ടും ഒരുപാട് മൃതദേഹങ്ങൾ സംസ്കരിച്ച് ഏകദേശം 4000-ഓളം മൃതദേഹങ്ങൾ പരിപാലിച്ച് സംസ്കരിച്ച പ്രിയപ്പെട്ട അസീസ് കെയാണ് ഇന്ന് BDKക്ക് വേണ്ടിയിട്ട് ഈ പുരസ്കാരം നൽകുന്നത്. അതോടൊപ്പം തന്നെ താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ കോർഡിനേറ്റർ കൂടിയായ പ്രിയപ്പെട്ട അസീസ് കെയാണ് ബ്ലഡ് ഡൊണേഴ്സ് കേരളയ്ക്കുള്ള പുരസ്കാരം ഈ വേദിയിൽ വെച്ച് കൈമാറുന്നത്. ഒന്ന് കൈയടിച്ചൂടെ പ്രിയമുള്ളവരെ? നമുക്കൊക്കെ ആവശ്യമുള്ളൊരു കാര്യം, നമുക്കൊക്കെ എപ്പോഴും ആവശ്യമുള്ള കാര്യത്തിന് രാവും പകലുമില്ലാതെ ഹോസ്പിറ്റലുകളിൽ ഇടപെടുന്നവരാണ്. രീതിയിൽ സഹായിക്കണം. ആ ഒരു വാക്ക് കേട്ട സമയത്ത്, ആ ഒരു കണ്ണീര് കണ്ട സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തി ആ പ്രിയപ്പെട്ട സഹോദരിയെ ആ ഹോസ്പിറ്റലിലെ ബില്ലടച്ച് വീട്ടിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു. അതൊക്കെ നമുക്ക് സാധിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നമ്മൾ സമൂഹത്തിന് നൽകിയ ജീവകാരുണ്യ പ്രവർത്തന സന്ദേശങ്ങൾ ഓരോ ഭാഗത്തുള്ള ആളുകളും കൃത്യമായി മനസ്സിലാക്കി നമ്മളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ എന്തൊരു കാര്യം
ഇനിയും ഒരുപാട് എഴുത്തുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സുറുമിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വർഗവാതിലിന്റെ ഫ്രണ്ട്സ് ഡേ 2024 വേദി ധന്യമാവുകയാണ് ഈ പുരസ്കാര നിറവിൽ. താങ്ക് യു. നിലവില് പുരസ്കാരത്തിന് ലെറ്റർ കിട്ടിയ സന്നദ്ധ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ വേദിയിൽ വെച്ച് കൈമാറുന്നത്. പുരസ്കാരം കൈമാറുന്നതിനായിട്ട് പ്രിയപ്പെട്ട മുജീബ് കെ ഏറെ സ്നേഹത്തോടു കൂടെ ക്ഷണിക്കുന്നു. Hello.